ഉണ്ടായ തിരിച്ചടികൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടികൾ ഏതൊക്കെയായിരുന്നു? എങ്ങനെയായിരുന്നു? ആരുടെ ഭാഗത്തു നിന്നായിരുന്നു? എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിട്ടത് ഈ വിജയത്തിലെത്താൻ? ജീവിതത്തിലുണ്ടായ തിരിച്ചടികൾ എന്ന് ഒത്തിരി എനിക്ക് പറയാൻ ഒത്തിരിയില്ല. എല്ലാവരുടെയും ജീവിതം ഉണ്ടാകുന്നുള്ള ആ സെറ്റ് ബാക്ക്സ്, നിരാശകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആദ്യകാലങ്ങളിലൊക്കെ ഈ മനുഷ്യൻ തെറ്റിദ്ധരിച്ച് ഇതൊക്കെ പറയുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് വേദന ഉണ്ടാകുമായിരുന്നു. ഇവർ എന്നെ അറിയുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്തെങ്കിലും, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തെങ്കിലും, നമ്മുടെ മലയാളികൾ വല്ലാത്തൊരു മനുഷ്യരാണ്. ഈ ക്രിസ്തീയ പാട്ട് പാട്ടുണ്ട്, ഇതുപോലൊരു ജാതി ഉണ്ടോ എന്ന്. പണ്ട് ഞാൻ ഒരു എയർപോർട്ട് വെച്ചൊരു മാസിക വായിക്കുകയുണ്ടായി. അതിനകത്തൊരു ആർട്ടിക്കിളിലുണ്ട് മലയാളിയെപ്പറ്റി. മലയാളികളുടെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിൻ്റെ പേര് അസൂയ എന്നാണ്. അന്നേരം നമ്മൾ നന്മയോർത്ത് സ്നേഹിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും അത് തിരിച്ചു വച്ച് 5-6 ലെയർ മീനിങ്ങോടുകൂടെ സംസാരിച്ച് വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബിഷപ്പായി തീർന്ന സമയത്ത് ഒത്തിരി കോളിലൊക്കെ ഉണ്ടായി കേരളത്തിൽ. ഞാൻ അതിന് മറുപടി പറയേണ്ട അനേക സന്ദർഭം ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചു അതിനാവശ്യമില്ലല്ലോ. അന്നേരം തിരിച്ചടി എന്നല്ല, തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുന്നത് സ്വാഭാവികം. അന്നേരമാണ് ഒരു ദിവസം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു ബോധ്യം ഉണ്ടായി. ബൈബിൾ വായിച്ചപ്പോൾ മനുഷ്യൻ്റെ മാനം നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. സോ ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾ രാഷ്ട്രീയ നിലപാടുകളുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ തത്വസംഹിതയോട് വിധേയത്വമോ താല്പര്യക്കേടോ ഉണ്ടോ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഇതുവരെ ചേർന്നിട്ടില്ല. സത്യം പറഞ്ഞ് ഇതുവരെ ആർക്കും വേണ്ടി വോട്ട് ചെയ്തിട്ടുമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കണ്ടിന്യൂസ് യാത്രയിലായിരുന്നുകൊണ്ട് അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നതും ആശിക്കുന്നതും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും റോമാലേഖനം 13 പറയുന്നുണ്ട് ബൈബിളിൽ, എല്ലാ അധികാരവും ദൈവത്താൽ ആക്കപ്പെട്ടതാണ്. അന്നേരം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും എൻ്റെ വിശ്വാസം ദൈവം തമ്പുരാനാണ് ഒരു ചുരുങ്ങിയ കാലത്തേക്ക് 5 വർഷത്തേക്ക് 3 വർഷത്തേക്ക് ആക്കി. എന്നാൽ അവരുടെ തീരുമാനം, അവരുടെ പ്രവർത്തനം മനുഷ്യനെ ആ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സ്റ്റേറ്റിലെ നമ്മുടെ ആളുകളെ സഹായിക്കുവാനും നീതിയും ന്യായവും പുലർത്താനുള്ളതായിരിക്കണം. ഒരു റോഡ് പണിതിട്ട് മഴക്കാലം വരുമ്പം അതെല്ലാം കുഴിച്ച് നശിച്ച് മനുഷ്യനും അതിനകത്ത് മറിഞ്ഞു വീണ് കാല് ഒടിഞ്ഞ് വണ്ടിയും തകർന്ന് ദേശവും നശിക്കത്തക്കവണ്ണം ആയിത്തീരാൻ പാടില്ല. അത് നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തുള്ള കാര്യമാണ്. ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആരാ? ഗവൺമെൻറ് ആശുപത്രികളിൽ നിവൃത്തിയില്ലാത്തവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ അമ്മ മരിച്ചു, അപ്പം മാത്രം ശേഷിക്കുന്നു. ഈ 14 വയസ്സുകാരൻ ഈ അപ്പനെയും കൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ വരാന്തയിൽ കിടന്ന് അയാൾ മരിക്കേണ്ടി വരുമ്പോൾ അതിന് പുറകിൽ ആരാ പ്രവർത്തിക്കുന്നത്? അന്നേരം എന്നെ സംബന്ധിച്ച് ഈ ബൈബിളിലെ പഴയ നിയമത്തിൽ അനീതി പ്രവർത്തികൾ അപ്പോഴപ്പോൾ ദൈവം പ്രതികാരം കൊടുക്കുമായിരുന്നു. എന്നാൽ ഈ സമയത്ത് ദൈവം ആരെയും ഉടനെ തല്ലിക്കൊല്ലുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യൻ ശേഷിച്ചിരിക്കുന്നു. എൻ്റെ ഉപദേശം ഇതാ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും നേതാക്കന്മാരോടും ദൈവത്തെ ഭയപ്പെട്ട് നീതിയും ന്യായവും പ്രവർത്തിക്കുക, രാജ്യത്തിന് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും. അങ്ങനെയുള്ള ഏത് പാർട്ടിയാണെങ്കിലും ദൈവം അവരെ അനുഗ്രഹിക്കും. ഞാനവരെ സ്നേഹിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ഈ തമ്പിയുടെ ഹൃദയമുള്ളവരാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തമ്പിയുടെ ഹൃദയം 2 തരത്തിലാണ് അതുള്ളത്. ഒന്ന്, സ്വയത്താൽ നിറഞ്ഞ് തമ്പിയുടെ പഴയ ജീവിതം, ഈ ഒരു കൊച്ചു കഥാപുസ്തകമാണ്. തമ്പിയുടെ പഴയ ജീവിതം കോപവും വൈരാഗ്യവും മോഷണവും പിടിച്ചു പറയുകയും കള്ളം പറയുകയും ചതിക്കുകയും കാലുവാരുകയും മനുഷ്യനെ ഉപദ്രവിക്കുകയും സമാധാനം കൊടുക്കാതെ ഒരു കുടുംബത്തെയും വീടിനെയും അയൽക്കാരെയും ഉപദ്രവിക്കുകയും സ്കൂളിലും കോളേജുകളിലും ജോലിസ്ഥലത്തും പ്രശ്നമുണ്ടാക്കുകയും അവനെ തന്നെ നശിപ്പിക്കുന്ന ആ ഒരു ഹൃദയം. എന്നാൽ അതിനുശേഷം അവൻ ബോധ്യമായിടാ, ഇത് കഷ്ടകാലമായത്, ഇങ്ങനെ ജീവിച്ചാൽ എനിക്കും ഗുണമില്ല
ആർക്കും ഗുണമില്ല. അതുകൊണ്ട് എൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഞാൻ ദൈവമായി ജീവിക്കും. അങ്ങനെ അവൻ്റെ ഹൃദയം വ്യത്യാസപ്പെടും. അന്നേരം 2 തരത്തിലുള്ള ആളുകൾ ഉണ്ട്.